നമുക്ക് വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പോളുണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ എടുത്തു. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് ഒരു ചട്ടിയിൽ വെച്ചിട്ട് വറുത്തെടുത്തു കേട്ടോ. ശേഷം നമ്മൾ ഒരു പാൻ വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു. 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില, കറിവേപ്പിലയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ശേഷം നമ്മൾ ആ ചിക്കൻ അടിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് മയോണീസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് നമ്മൾ 3 പാത്രം മൈദ ഇട്ടു. പിന്നെ നമ്മളൊരു മുട്ടയും കൂടി അതിലേക്ക് പൊട്ടിച്ചിട്ടു കേട്ടോ. ഒരു മുട്ടയും കൂടി ഇട്ടു. പിന്നെ നമ്മൾ ഈ പാത്രത്തിൽ 1/4 പാത്രം പാലാണ് നമ്മൾ അതിലേക്ക് എടുത്തിരിക്കുന്നത്. അതിട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ 1/4 പാത്രം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ നോക്കും കൺസിസ്റ്റൻസി കുറച്ചൊരു ഇത് വന്നു. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ശേഷം നമ്മളൊരു പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാൻ ചൂടാകുമ്പോഴേക്കും നമ്മൾ ആ മസാലയിലേക്ക് നമ്മൾ മയോണീസ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ശേഷം നമ്മൾ ആ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് പകുതി ബാറ്റർ, ആ ബാറ്ററിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതൊന്ന് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നമ്മളതിലേക്ക് ആ മസാല മൊത്തമായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളത് ഇങ്ങനെ മൂടി വെച്ച് കുറച്ച് നേരം വെന്തപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ വെന്ത് വന്നു കേട്ടോ. ഒരു 20 മിനിറ്റാണ് നമ്മളത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വെന്ത് വന്നു. ഇത് കഴിക്കാനും നല്ലൊരു പോളയായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.